ഒരിടത്ത് ഒരു പശുക്കുട്ടി ഉണ്ടായിരുന്നേ. ആ പശുക്കുട്ടിയുടെ പേരാണ് പൂവാലി. പൂവാലിക്കാണ് ഇങ്ങനെ കളിച്ച് നടക്കാൻ ഭയങ്കര ഇഷ്ടമാട്ടോ. അതുകൊണ്ട് അവളുടെ അമ്മയും അപ്പയും ഒന്നും പറയുന്നിടത്തൊന്നും നിൽക്കുകയില്ല. ചിലപ്പം അവളിങ്ങനെ തന്നെ ഇങ്ങനെ ഓടിച്ചാടി നടന്ന് പുല്ലൊക്കെ തിന്ന് അങ്ങനെ പോകും കേട്ടോ. പുതിയ സ്ഥലമൊക്കെ ഉണ്ടോ, പുതിയ സ്ഥലത്ത് പുല്ലുണ്ടോ എന്നൊക്കെ നോക്കി അങ്ങനെ പോകും തന്നെ. അപ്പോൾ പൂവാലിയുടെ അമ്മ എപ്പോഴും പറയും, പൂവാലി നീ തന്നെ എവിടെയും പോകില്ല കേട്ടോ. തന്നെയൊക്കെ പോയാൽ അപകടമോ, വല്ല സിംഹമോ കടുവയോ ഒക്കെ വന്നാൽ നിനക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നീ എങ്ങനെ ഓടി രക്ഷപ്പെടാനാ? അതുകൊണ്ട് അമ്മയുടെയൊക്കെ കൂടെ വേണം പുല്ല് തിന്നാനൊക്കെ പോകാൻ വേണ്ടി. തന്നെ എവിടേക്കും പോയേക്കില്ലെന്നൊക്കെ പറയും കേട്ടോ. അന്നേരം പൂവാലി ശരി അമ്മേ, ഞാൻ തന്നെ പോവില്ലെന്നൊക്കെ പറയും കേട്ടോ. എന്നാലും പിന്നെ ഇങ്ങനെ കുറേ നേരം അങ്ങനെ അതിലേക്ക് ഇങ്ങനെ ചുറ്റിപ്പറ്റി നടന്നിട്ടുണ്ടല്ലോ, അമ്മ കാണാത്ത പൂവാലി വേഗം അവിടുന്ന് സ്ഥലം വിടും. ഇതാണ് എപ്പോഴും പൂവാലിയുടെ പരിപാടി. അങ്ങനെ ഒരു ദിവസം ഈ അമ്മ കാണാതെ പൂവാലി ഓർത്തു, പുതിയ എവിടെയെങ്കിലും സ്ഥലമുണ്ടോ നോക്കാം പുല്ല് തിന്നാൻ വേണ്ടി. അപ്പോൾ അവിടുത്തെ പുല്ലൊക്കെ പോയി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ലോ എന്നോർത്ത് ഇങ്ങനെ നടന്ന് പോവാട്ടോ. അങ്ങനെ നടന്ന് കുറേ ആയപ്പോൾ അവിടെ ഒരു പുഴ കണ്ടു. അന്നേരം ഉണ്ട് പുഴയുടെ സൈഡ് നിറയെ പുല്ലുകൾ കേട്ടോ, നല്ല പച്ച പുല്ല്. പൂവാലിക്കാണ് കണ്ടപ്പോൾ സന്തോഷമായി. പൂവാലി അവിടെ നിന്ന് പുല്ല് തിന്നാൻ തുടങ്ങി. നല്ല ആസ്വദിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നോക്കുന്നില്ല കേട്ടോ. വട്ടത്തിൽ എന്ന് നടക്കുന്ന ഒന്നും അറിയുന്നില്ല. അങ്ങനെ നിന്ന് പുല്ല് തിന്നോണ്ടിരിക്കുക കേട്ടോ. അപ്പോഴാണ് ഇച്ചിരി കഴിയുമ്പോൾ ഒരു സൗണ്ട്, ഗുർന്നൊരു സൗണ്ട് കേട്ടോ. പൂവാലി ഞെട്ടിപ്പോയി. പൂവാലി നോക്കുമ്പോഴേ ആ പുഴയിൽ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് വന്ന ഒരു സിംഹം. ആ സിംഹം വെള്ളം കുടിക്കാൻ വന്നപ്പം പൂവാലിനെ കണ്ടിട്ട് പൂവാലിനെ പിടിക്കാൻ വേണ്ടി ഇങ്ങനെ വരാൻ തുടങ്ങും കേട്ടോ. പൂവാലിക്കാണെങ്കിൽ പേടിച്ചിട്ട് എന്നാ ചെയ്യുന്ന, ഓടാനും പറ്റുന്നില്ല, ആകെ പേടിച്ചു പോയി. എന്നിട്ട് സിംഹം വരുമ്പോഴേക്കും പൂവാലി ഒറ്റ ഓട്ടം കേട്ടോ. ഓടി പെട്ടെന്നൊരു വലിയൊരു കല്ല് കണ്ടേ. ആ കല്ലിൻ്റെ പുറകിൽ പോയിട്ട് പൂവാലി ഒളിച്ചിങ്ങനെ നിന്നിട്ടോ. എന്നിട്ട് സിംഹം വന്നെങ്കിൽ സിംഹം പൂവാലിനെ അവിടെയൊക്കെ നോക്കി, പക്ഷെ എന്തോ സിംഹത്തിന് കാണാനേ പറ്റിയില്ല. അങ്ങനെ അവിടെ എല്ലാം പൂവാലിനെ കാണാത്തതുകൊണ്ട് സിംഹം തിരിച്ചു പോയി. പൂവാലിയാണ് ഇങ്ങനെ പേടിച്ച് അതിൻ്റെ പുറകിൽ ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോഴത്തേക്കും ഈ പൂവാലീനെ കാണാഞ്ഞിട്ട് പൂവാലിയുടെ അമ്മ നോക്കി വരുന്നുണ്ടായിരുന്നേ. അങ്ങനെ നോക്കി വരുമ്പോൾ ഇതാ ഇങ്ങനെ പശുക്കുട്ടി പേടിച്ച് കല്ലിൻ്റെ പുറകിൽ ഇങ്ങനെ ഇരിക്കുക. അമ്മയ്ക്കാണ് മോളെ കണ്ടപ്പോൾ സന്തോഷമായി കേട്ടോ. അമ്മ ഓടി വന്ന് പൂവാലിയോട് ചോദിച്ചു, എന്ത് പറ്റിയെന്ന് ചോദിച്ച്. പൂവാലിയാണെങ്കിൽ കരച്ചില്. പൂവാലിയാണ് പേടിച്ച് പോയല്ലോ. പൂവാലി പറഞ്ഞ, അമ്മ ഇങ്ങനെ സിംഹം പിടിക്കാൻ വന്നു, എന്നോട് ക്ഷമിക്കണം, അമ്മ പറഞ്ഞ അനുസരിക്കാത്തതുകൊണ്ടാ അങ്ങനെ വന്ന്. ഇനി അങ്ങനെ ഒരിക്കലും ഞാൻ തന്നെ പോകത്തില്ല, അമ്മയുടെ കൂടെ വന്നോളാന്ന് പറഞ്ഞു. അപ്പം അമ്മയ്ക്ക് സന്തോഷമായി, പൂവാലിക്കൊന്നും പറ്റിയില്ലല്ലോ. പിന്നെ പൂവാലി അന്ന് മുതലുണ്ടല്ലോ നല്ല മിടുക്കി പശുക്കുട്ടിയായി കേട്ടോ. എപ്പോഴും അമ്മ പറയുന്ന അനുസരിക്കും, അമ്മയുടെ കൂടെ പുല്ല് കഴിക്കാൻ പോവും. അങ്ങനെ മിടുക്കത്തിയായിട്ട് കുറേ നാളങ്ങനെ ഹാപ്പിയായിട്ട് ജീവിച്ചു.